നമസ്കാരം. യൂട്യൂബിൽ രണ്ട് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. കമന്റ് ടീസേഴ്സ് എന്നാണ് ഈ അപ്ഡേറ്റിന് പറയുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റെലവന്റ് ഷെൽഫ് എന്ന് പറയുന്ന അപ്ഡേറ്റ്. ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും വേണ്ടിയുള്ള അപ്ഡേറ്റ് ആണ്. എല്ലാ രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റും ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഡിയോകളുടെ വ്യൂ കൂടുതൽ കിട്ടാനും കൂടുതൽ എൻഗേജ്മെന്റ് നമ്മുടെ വീഡിയോയിലേക്ക് വരാനും സാധിക്കുന്ന രീതിയിലാണ് രണ്ട് അപ്ഡേറ്റുകൾ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. കമന്റ് ടീസേഴ്സ് ഫോർ ഷോർട്സ്. അതായത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ ഷോർട്ട് വീഡിയോയിൽ ഒരു പോപ്പപ്പ് പോലെ കമന്റുകൾ ഇങ്ങനെ 1, 2, 3 കമന്റ്സ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഓവർലേ ആയിട്ട് ആ വീഡിയോയ്ക്കുള്ളിൽ തന്നെ. അതായത് നമ്മൾ ആ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതൊന്നുമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്ന് ചില കമന്റുകൾ പിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഓവർലേ ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ പോപ്പപ്പ് ആയിട്ട് അങ്ങനെ കാണിക്കും. അപ്പോൾ ഇതാണ് കമന്റ് ടീസേഴ്സ് എന്ന് പറയുന്ന അപ്ഡേറ്റ്. ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. എൻ്റെ 1-2 വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇത് ഒഫീഷ്യലി ഈ അപ്ഡേറ്റ് യൂട്യൂബ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ലഭിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, പിന്നെ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ അതിന്റെ കമന്റ് ശരിക്ക് ഫോളോ ചെയ്ത് നോക്കുമായിരിക്കും. എന്താണ് കമന്റ് വന്നിട്ടുള്ളത്, അതിന് റിപ്ലൈ കൊടുക്കണോ വേണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ 1-2 ദിവസമൊക്കെ ചെയ്യുമായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേങ്കിൽ ഒരു വീഡിയോയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയൊരു എൻഗേജ്മെന്റ് വരുന്നത് ആ കമന്റ് സെക്ഷനിലൂടെയാണ്. അപ്പം കമന്റ് പ്രോപ്പറായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആ വീഡിയോയിലേക്ക് വ്യൂ വരികയും കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ആളുകളെ കൊണ്ട് കമന്റ് ഇടിപ്പിക്കാനോട് ശ്രമിക്കുക. അത് നല്ലൊരു എൻഗേജ്മെന്റ് ആയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടും. അപ്പം ഇവിടെ ഈ ഒരു അപ്ഡേറ്റിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരു പോപ്പപ്പ് ആയിട്ട് കമന്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്ന ഒരു വ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം ആ പോപ്പപ്പിൽ തന്നെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടോപ്പ് കമന്റുകൾ യൂട്യൂബ് പിക്ക് ചെയ്ത് കാണിക്കും. അപ്പൊ അത് നോക്കിയിട്ട് ആ ഒരു കമന്റിൽ ക്ലിക്ക് ചെയ്യാനും അതിലൂടെ ആ ഒരു കമന്റ് സെക്ഷനിലേക്ക് പെട്ടെന്ന് പോകാനുമുള്ള സാധ്യതയുണ്ട്. സാധാരണ ചില വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ കമന്റ് സെക്ഷൻ പോയി നോക്കും, എന്താണ് കമന്റിൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്നറിയാനും കുറച്ച് ആളുകൾക്കൊക്കെ ഒരു താല്പര്യമുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളെ കമന്റ് സെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ കമന്റ് സെക്ഷനിൽ എത്തുന്നവർ ആ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കമന്റുകൾ കൂടുന്നതിനനുസരിച്ചുള്ള എൻഗേജ്മെന്റ് നമ്മുടെ വീഡിയോയിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു ഫീച്ചറിന്റെ 1-2 പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു കമന്റും ഈ പറയുന്ന പോലെ പോപ്പപ്പ് ആയിട്ട് വീഡിയോയിൽ കാണിക്കും. അതേപോലെ ഒരു പോപ്പപ്പ് കമന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോയ്ക്കുള്ളിൽ നിന്ന് കമന്റ് സെക്ഷനിലേക്ക് ഒരു യൂസർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണിക്കുക അവർ ക്ലിക്ക് ചെയ്ത ആ ഒരു പോപ്പപ്പിൽ ഉണ്ടായിരുന്ന കമന്റ് ആയിരിക്കും. ഇത് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. അവരുടെ വീഡിയോയിൽ കൂടുതൽ എൻഗേജ്മെന്റ് വരികയും കൂടുതൽ വ്യൂ വീഡിയോയിലേക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു അപ്ഡേറ്റിലൂടെ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് റെലവന്റ് ഷെൽഫ് എന്ന് പറയുന്ന അപ്ഡേറ്റ്. അതായത് നമ്മുടെ യൂട്യൂബ് ആപ്പിന്റെ ആ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം വീഡിയോകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരിക്കും. ചില ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, അവരുടെ വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കത്തില്ല. ചില ചാനലുകൾ നമ്മൾ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ യൂട്യൂബ് ഈ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിനെ കുറച്ചുകൂടി ഒന്ന് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക്, അതായത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ കൂടുതൽ പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ റെലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണിക്കാൻ വേണ്ടി മോസ്റ്റ് റെലവന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ടാബ് ഇപ്പം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കാണിക്കുക നമ്മൾ, അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വാച്ച് ചെയ്യും, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഏത് ടൈപ്പ് കണ്ടന്റിനാണോ അങ്ങനെയുള്ള ചാനലുകളിലെ കണ്ടന്റുകൾ ടോപ്പിലേക്ക് കാണിക്കുക. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിലെ മാത്രമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു 100 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 10-20 ചാനലിലെ വീഡിയോസ് ആയിരിക്കും റെഗുലർ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഈ ടൈപ്പ് കണ്ടന്റുകൾ അല്ലെങ്കിൽ ആ ചാനലിലെ കണ്ടന്റുകളാണ് കൂടുതൽ നമുക്ക് താല്പര്യം. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് റെലവന്റ് ഫോർ യു എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ കാണിക്കും. അപ്പം ബാക്കി ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മൾ കാണാത്ത ആ ചാനലുകൾ ഉണ്ടല്ലോ, അതിലെ വീഡിയോകളൊന്നും തന്നെ ഈ റെലവന്റ് റെക്കമെൻഡേഷനിലേക്ക് വരത്തില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ വീഡിയോകൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഉള്ളൂ അവർ നമ്മുടെ വീഡിയോകളൊന്നും ഇടയ്ക്കിടയ്ക്ക് പോലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോകൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിലേക്ക് കൂടുതൽ നമ്മുടെ തന്നെ വീഡിയോകൾ യൂട്യൂബ് എത്തിച്ചു കൊടുക്കും. അപ്പം ഈ 2 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 അപ്ഡേറ്റ്സും ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.